വാക്കുപാലിക്കാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തൃശ്ശൂരിൽ 8 പോലീസ് സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ധനസഹായമായ 3 ലക്ഷം രൂപ വീതം നൽകുമെന്ന വാഗ്ദാനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ടൂറിസം മന്ത്രാലയത്തിൻ്റെ DPPH പദ്ധതി പ്രകാരമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു സുരേഷ് ഗോപി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ പുലിക്കളിയുടെ തലേ ദിവസമായ സെപ്റ്റംബർ 7-നായിരുന്നു ഫേസ്ബുക്കിലൂടെ സുരേഷ് ഗോപി പ്രഖ്യാപനം നടത്തിയത്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നു. സാരംഗ്, ഒരു പ്രഖ്യാപനം കൂടി അങ്ങനെ കാറ്റിൽ പറക്കുന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയുടേത്. കലിംഗ് സംവാദങ്ങളിലടക്കം വിവാദമായ പല ഘട്ടങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് പുതിയ വിവരം? അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീണ്ടും ഒരു പ്രഖ്യാപനം, വീണ്ടും ഒരു വാക്കുകളിൽ ഒതുങ്ങിപ്പോയി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 7-നായിരുന്നു ഈ പുലിക്കളി സംഘടനകൾക്ക് ഈ മന്ത്രി 3 ലക്ഷം കേന്ദ്ര സർക്കാർ ഫണ്ടിൽ നിന്ന് 3 ലക്ഷം രൂപ നൽകുന്ന ഒരു വലിയ വാഗ്ദാനം നൽകിയത്. അത് ഫേസ്ബുക്ക് വഴിയാണ് ഈ വാഗ്ദാനം നൽകിയതെങ്കിലും വലിയ പ്രചരണവും അതിനെ സംബന്ധിച്ച് കൂടുതൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതായത് താൻ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ വലിയ പ്രചരണങ്ങളാണ് ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയിരുന്നത്. എന്തിനേലും നിലവിൽ ഇത്ര മാസം പിന്നിട്ടിട്ടും അതിന്റെ യാതൊരു തരത്തിലുള്ള കൂടുതൽ വിവരവും അല്ലെങ്കിൽ അതിന്റെ തുടർന്നുള്ള നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് 8 പുലിക്കളി സംഘങ്ങൾക്ക് സർക്കാരിന്റെ ധനസഹായമായ കേന്ദ്ര സർക്കാരിന്റെ ധനസഹായമായ 3 ലക്ഷം നൽകുമെന്നായിരുന്നു വാഗ്ദാനം. ഈ ടൂറിസം മന്ത്രാലയത്തിന്റെ DPPH പദ്ധതി പ്രകാരമാണ് ഇത് അനുവദിക്കുക എന്നും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിലവിൽ ഈ പുലിക്കളി സംഘങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള നിർദ്ദേശവും ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ കേന്ദ്ര ധനസഹായം യഥാർത്ഥത്തിൽ ഇത് വാഗ്ദാനമല്ല, പ്രഖ്യാപിച്ച് കബളിപ്പിക്കുകയല്ലേ? കാരണം ഈ പോലീസ് സംഘങ്ങൾക്ക് ഈ ഇത്ര രീതിയിൽ പണം നൽകും, അത് പണം അനുവദിച്ച ഗജേന്ദ്രയ്ക്ക് നന്ദി എന്നതടക്കമുള്ള രീതിയിലല്ലായിരുന്നോ ഫേസ്ബുക്ക് പോസ്റ്റ്? അപ്പോൾ യഥാർത്ഥത്തിൽ വാക്ക് പാലിക്കാതെ അല്ലല്ലോ, പ്രഖ്യാപിച്ച കാര്യം നടപ്പാക്കാതെ കബളിപ്പിക്കുകയല്ലേ ചെയ്തത് കേന്ദ്ര സഹമന്ത്രി? അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ അത് എത്രമാത്രം പ്രാധാന്യത്തോടെ വേണം നടത്താൻ എന്നുള്ളത് ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ പ്രഖ്യാപനം മാത്രം ഒതുങ്ങി നിന്ന് അത് ശരിക്കും പറഞ്ഞാൽ വഞ്ചിച്ചു എന്ന് തന്നെ വേണം പറയാൻ. കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് ഈ പുലിക്കളി മേഖല. കഴിഞ്ഞ കുറെ നാളുകളായി അവർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. എങ്കിൽ പോലും കൃത്യസമയത്ത് കോർപ്പറേഷന്റെയും മറ്റ് സംഘടനകളുടെയും സഹായം ലഭിക്കുന്നത് കൊണ്ട് ഓരോ വർഷവും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ പുലിക്കളി സംഘങ്ങൾ നഗരത്തിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനേലും ഇത് വലിയൊരു ചതിയായി പോയിന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതുവരെയും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള വിവരമോ അറിയിപ്പോ ഈ പുലിക്കളി സംഘങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നോ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. രാഹുൽ, ശരി സാരംഗ്, സാരംഗ്, അതായത് വാഗ്ദാനം പ്രഖ്യാപിച്ചത് നടപ്പാക്കാതെ വീണ്ടും ജനങ്ങളെ കബളിപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇതിൻ്റെ വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.